മടക്കയാത്ര എല്ലാരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വീട്ടിലിരുന്ന് കിളമ്പുമ്പോൾ എനിക്ക് എപ്പോഴുമേ കഷ്ടമാ இருக்கும், കൂടെ അച്ഛനും അമ്മയ്ക്കും. ഇത്തവണ വിഷമം കുറച്ച് കുറയ്ക്കാൻ വേണ്ടി പൂച്ചക്കുട്ടനുണ്ട് കൂടെ. രാവിലെ തന്നെ നല്ല കാഴ്ചകളും ചാറ്റൽ മഴയും സൂര്യോദയം എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ ഒരാള് ഫുൾ ടൈം ആക്റ്റീവായിരുന്നു. ഉറങ്ങും, എണീക്കും, കളിക്കും, ഫുഡ് കഴിക്കും, പിന്നെയും ഉറങ്ങും. ബ്രേക്ക് എടുക്കാൻ നിർത്തിയപ്പോൾ ഞാൻ വഴിയെ പോന്ന വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്തു. അത് കണ്ട ക്ഷീണത്തിൽ വീണ്ടും ഉറങ്ങി. കുളവും പുഴയും ഒക്കെ കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ തൃശ്ശൂർ தான். அங்கே இருக்கிற ஸ்டோரி எல்லாம் நான் என்னோட ஜுவல்லரி பேஜ் அலங்காரம் சவுத் ഇന്ത്യൻ ജ്വല്ലറിയിൽ சொல்லியிருக்கேன். അവിടുന്ന് യാത്ര വീണ്ടും തുടർന്നു. യാത്ര ഉടനീളെ ഞാൻ ഓടപ്പോ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. വളരെ ആഗ്രഹിച്ചു വാങ്ങിയതാണ്, അതിലേറെ സന്തോഷവും. ഇത്തവണ നാട്ടിൽ പോയതിൽ ഒരു പ്രധാന കാരണം കൊട്ടിയൂർ ഉത്സവം കൂടിയാണ്. ചെറുപ്പകാല ഓർമ്മകളിൽ ഒരു വലിയ ഭാഗം കൊട്ടിയൂർ ഉത്സവത്തിനുണ്ട്. കൂടെ ഒരു ചെറിയ ഓടപ്പവും. ഈറോഡായിരുന്നു ഡെസ്റ്റിനേഷൻ, ബട്ട് അത് കോയമ്പത്തൂരിലേക്ക് മാറ്റി. ബാക്കി കഥയെല്ലാം അവിടെ നിന്ന് തുടരാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.